ഈ വർഷം മോളിവുഡിൽ നിന്നും എത്തിയ പാൻ ഇന്ത്യൻ മൂവി ആയിരുന്നല്ലോ ആടുജീവിതം. ചിത്രം 150 CR ഉറപ്പിച്ചിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ 22 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനും അതുപോലെ കേരള കളക്ഷനൊക്കെ പറയാൻ സമയമായിരിക്കുകയാണ്. അതിലേക്ക് വരാം. അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 22ാമത്തെ ദിവസത്തിലൂടെ കടന്നു പോകുന്ന ഈ ഒരു ചിത്രത്തിൻ്റെ അവസാനത്തെ ഒരു മണിക്കൂറിലെ ബുക്ക് മൈ ഷോ ആപ്പിലെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുന്ന സമയത്ത് 1Kക്ക് മുകളിൽ ടിക്കറ്റ്സുകളാണ് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഓർക്കുക, ഇത് ആദ്യ ദിവസമല്ല, 22ാമത്തെ ദിവസത്തിലൂടെയാണ് ചിത്രം കടന്നു പോകുന്നത്. ഇപ്പോഴും ഓരോ ദിവസവും കേരളത്തിൽ നിന്നും 1 കോടിയോളം രൂപയാണ് ചിത്രത്തിൻ്റെ കളക്ഷൻ. 22 ദിവസത്തെ കേരള കളക്ഷൻ 70 CR ടച്ച് ചെയ്യും. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ 22 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 148 CRലേക്കും എത്തും. ഉടൻ തന്നെ ചിത്രത്തിൻ്റെ 150 CRൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വരും. വർഷങ്ങളോളം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ബ്ലസ്സി എന്ന് പറയുന്ന സംവിധായകൻ ഈ ഒരു ചിത്രം പൂർത്തീകരിച്ചത്. അതുകൊണ്ട് തന്നെ പല സമയത്ത് ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം നീണ്ടു പോയതിനാൽ പല രീതിയിലും ഈ ഒരു ചിത്രത്തെക്കുറിച്ച് ട്രോൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ റിലീസിൻ്റെ ശേഷം ഗംഭീര അഭിപ്രായം നേടിയെടുത്ത ചിത്രം മലയാളത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ ടോപ്പ് 5ലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ലിസ്റ്റിലുള്ള മലയാളം സിനിമകളാണ് മഞ്ഞുമ്മൽ ബോയ്സ്, 2018 ആടുജീവിതം, പ്രേമലു, പുലിമുരുകൻ. ഇനി 2018 ബീറ്റ് ചെയ്യാൻ ആടുജീവിതം എന്ന ചിത്രത്തിന് സാധിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ജസ്റ്റ് ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.